ഡോക്ടർ മോഹൻ വർഗീസ്, കേരളത്തിൽ ഒരു താമരക്കാലത്തിന് തുടക്കമിട്ടിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് 3 എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം BJP ആ കടന്നു കയറിയ 3 സീറ്റുകൾ എന്ന് പറയുന്നത് എത്രത്തോളം ദുഷ്കരമാണ്? കേരള രാഷ്ട്രീയത്തിൽ ഇനി വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് BJPയുടെ സാന്നിധ്യത്തിലൂടെ? രോഹിണി, താമര 1 അല്ല 2 അല്ല 3 എണ്ണമാണ് കേരളത്തിൻ്റെ മണ്ണിൽ വിരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ താമരയ്ക്ക് വളക്കൂറുള്ള മണ്ണ് ഉണ്ടാവില്ല എന്ന ആ ഒരു കാൽക്കുലേഷൻ, ആ ഒരു ചിന്ത അസ്ഥാനത്താണ്. അപ്പം ആകെ ഉണ്ടായിരുന്നത് മുൻപ് നേമത്ത് മാത്രം വിരിഞ്ഞ ഏകതാമരയാണ് നിയമസഭയിൽ, അതുപോലെ തൃശ്ശൂർ വിരിഞ്ഞ താമര ലോക്സഭയിലേക്ക്. ഇപ്പോൾ ഇതാ 3 സീറ്റുമായി BJP സാമാന്യം മെച്ചപ്പെട്ട ഒരു പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. നോക്കൂ, ഇരുധ്രുവ സംവിധാനത്തിൽ UDF LDF സംവിധാനങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു വയബിൾ തേർഡ് ഫ്രണ്ടായി വരാൻ സാധിക്കുന്നു എന്ന് തന്നെയാണ് കരുതുന്നത്. ഇവിടെ പ്രതീക്ഷിച്ചിരുന്ന 2 സീറ്റുകളാണ് ഒരുപക്ഷെ നേമവും കഴക്കൂട്ടവും. പക്ഷേ കാര്യമായ ശ്രദ്ധ വന്നിട്ടില്ലായിരുന്നു കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ സീറ്റിൽ. അതുകൊണ്ട് മറ്റ് ഇടങ്ങളിലൊക്കെ ഒരു ധ്രുവീകരണവും ന്യൂനപക്ഷ കൺസോളിഡേഷനും ഒക്കെ വന്നപ്പോൾ ചാത്തന്നൂർ താരതമ്യേന UDF LDF സംവിധാനങ്ങൾ കാര്യമായി ആ ധ്രുവീകരണത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ശ്രദ്ധിക്കാതെ വന്നതുകൊണ്ട് കൃത്യമായൊരു മാൻഡേറ്റ് ഇവിടെ ഉണ്ടായി. 4000 ചില്ലുവാനം വോട്ടിന് ചാത്തന്നൂർ ജയിച്ചു വരാൻ കഴിയുന്നു. നേമം 4900 ചില്ലുവാനം വോട്ടിന് രാജീവ് ചന്ദ്രശേഖർ BJP സംസ്ഥാന പ്രസിഡന്റ് ജയിച്ചു വന്നിരിക്കുന്നു. അതുപോലെ വലിയ ഒരു അട്ടിമറി തന്നെയാണ് കഴക്കൂട്ടത്തിന് പക്ഷേ വന്നിരിക്കുന്നത്. കാരണം ശബരിമലയുടെ ഇഫക്റ്റ് ഉൾപ്പെടെ പ്രകടമായിരുന്നു. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ശ്രീ വി മുരളീധരൻ, മുൻ കേന്ദ്രമന്ത്രി, അവിടെ ജയിച്ചു വന്നിരിക്കുന്നു. കാരണം നിരന്തരം ആ വി മുരളീധരൻ തെക്കൻ കേരളത്തിൽ ആറ്റിങ്ങൽ ലോക്സഭാ നിയോജക മണ്ഡലത്തിലും കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിലും ഒക്കെ തന്നെ തീർച്ചയായും വലിയ പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്. അതിനുള്ള അംഗീകാരം, നിരന്തരം ആ മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചതിനുള്ള അംഗീകാരം എന്ന നിലയിൽ കൂടി കഴക്കൂട്ടത്തെ ശ്രീ വി മുരളീധരൻ്റെ വിജയത്തെ കാണാവുന്നതാണ്. ഇനി എങ്ങോട്ട് എന്നാണ് എന്നോട് ചോദിച്ച ചോദ്യം. ഇനിയുള്ള കാലത്ത് തീർച്ചയായും UDF സംവിധാനത്തിനൊരു തേർവാഴ്ച ഉണ്ടായി 102, 103 സീറ്റുകളുമായി വൻപൻ സാന്നിധ്യമാണ്. നോക്കൂ, നന്ദിഗ്രാമിലും സിംഗരൂരിലും പറ്റിയ ഒരു ഷിഫ്റ്റ്, അവിടെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വർഗ സ്വഭാവം മാറിമറയുന്നു. ഇടതുപക്ഷ മനസ്സുകൾ തന്നെ മാറിമറയുന്നു. ഇടതുപക്ഷത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഒരു തിരുത്തൽ വേണം എന്ന ചിന്തയിൽ നിന്നുകൊണ്ടാണ് തീർച്ചയായും ഗോവിന്ദൻ മുന്നോട്ട് വന്നത്, അതുപോലെ തന്നെ കുഞ്ഞികൃഷ്ണൻ മുന്നോട്ട് വന്നത്, ആയിഷ പോറ്റി മുന്നോട്ട് വന്നത്, G സുധാകരൻ മുന്നോട്ട് വന്നത്, PK ശശി മുന്നോട്ട് വന്നത്. അതുകൊണ്ട് UDFൻ്റെ നേതാക്കൾ വിസ്മയം എന്ന രൂപത്തിൽ VD സതീശൻ ഉൾപ്പെടെ പറഞ്ഞ ആ വിസ്മയം ഏതാണ്ട് ഒരു രീതിയിൽ ആ വിസ്മയം സംഭവിച്ചിരിക്കുന്നു. 5 വിസ്മയകരമായ കാൻഡിഡേറ്റ്സിൽ 3 പേരെ വിജയിപ്പിക്കാൻ UDFന് സാധിച്ചു എന്ന് പറയുമ്പോൾ ഇടതുപക്ഷത്തിനുള്ളിൽ നിന്ന് തന്നെ, കാൽച്ചുവട്ടിൽ നിന്ന് തന്നെ മണ്ണ് ഊർന്നു പോകുന്നു എന്ന ഒരു സൂചന കൂടിയുണ്ട്. അതുകൊണ്ടാണ് UDFൻ്റെ ജയം എന്നതിനേക്കാൾ കൂടുതൽ LDFൻ്റെ ഒരു ഇറോഷൻ ഓഫ് ദ വോട്ട് ഷെയർ, അത് തെക്കൻ ജില്ലകളിൽ കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ ഉൾപ്പെടെ വലിയ പ്രതീക്ഷ LDFനുണ്ടായിരുന്നെങ്കിലും ആ പ്രതീക്ഷയ്ക്ക് തുയരാൻ കഴിയാതെ പോയത് ചില കമ്മ്യൂണിറ്റികളുടെ വോട്ട് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നു. LDFൽ നിന്നും ഈഴവ സമുദായത്തിൻ്റെ വോട്ട് ചെറിയ രീതിയിലെങ്കിലും BJPയിലേക്ക് കൂടി ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നു എന്നത് അന്തിമ കണക്കിൽ ബോധ്യമാക്കി. ഇപ്പോൾ അന്തിമ കണക്കിൽ വോട്ട് ഷെയറിൻ്റെ സീറ്റുകൾ മാത്രമാണ് ഇപ്പോൾ അറിയാവുന്നത്. വോട്ട് ഷെയറിനെ കുറിച്ച് എത്ര മണ്ഡലങ്ങളിലാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് 2ാം സ്ഥാനത്ത് എത്താൻ കഴിഞ്ഞത് എന്നുകൂടി കണക്കാക്കേണ്ടതുണ്ട്. ഇപ്പോൾ നിലവിൽ എക്സിറ്റ് പോളുകൾ പ്രഡിക്റ്റ് ചെയ്തിരുന്നത് 14-നും 15-നും ഇടയിൽ ശതമാനമാണ് BJP പ്രഡിക്റ്റ് ചെയ്തിരുന്നത്. ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ BJPക്ക് സംസ്ഥാന തലത്തിൽ കഴിഞ്ഞിട്ടുണ്ട് എന്നതിൻ്റെ ആദ്യ സൂചനകളാണ് ഇപ്പോൾ കിട്ടുന്നത്. അതുപോലെ UDFൻ്റെ LDFനും തമ്മിലുള്ള വോട്ട് വ്യത്യാസം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2021 6% ഇപ്പോൾ ഒരുപക്ഷെ LDF UDFും തമ്മിൽ UDFന് മേൽക്കൈ 7-8% മാറിയതാണ് ഇത്രയധികം ഒരു വേവ് ലൈക്ക് ഫോർമേഷൻ, ടെക്ടോണിക് ഷിഫ്റ്റ് ഇൻ ദി ഫോർമേഷൻ എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് UDFന് ചരിത്രത്തിലെ 2ാമത്തെ വലിയ വിജയമാണ് ഈ രീതിയിലുള്ള സംവിധാനം വന്നതിന് ശേഷമുള്ള ആദ്യ വിജയം. 1977 തോന്നുന്നു 111 സീറ്റുകളുമായി UDFൻ്റെ മുൻ രൂപം, വലിയ അന്ന് ഐക്യ മുന്നണി എന്ന് പറയുന്ന ആ ഒരു മുന്നണി വൻ വിജയമാണ് നേടിയത്. അതിനുശേഷം പിന്നീട് 2001 101 സീറ്റുകൾ നേടി AK ആന്റണിയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ UDF വന്നത്.